ചേച്ചി, മലയാള സിനിമയിലെ മണിനാഥൻ നഷ്ടപ്പെട്ടിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞു. 8 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ മലയാള സിനിമയിലെ ഒരുപാട് നല്ല നല്ല നടന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം മണിച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ ചേച്ചിക്ക് പറയാം? മണീനെ കുറിച്ച് എല്ലാം ഓർമ്മകൾ തന്നെയല്ലേ. കാരണം ഞാൻ മണിയുടെ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് അവനെ തേപ്പ് പെട്ടി ഇസ്ത്രി ഇടുന്ന പെട്ടിക്കുള്ളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ രാവിലെ പോരുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് പോരും. അപ്പോൾ കിടക്കുന്നിടത്ത് തന്നെയായിരുന്നു എല്ലാ മലമൂത്ര വിസർജനങ്ങളിലെ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോവില്ല, ഭക്ഷണമൊക്കെ അവിടെ എടുത്ത് വെച്ച് പോരും. അപ്പോൾ മേളിലുണ്ട് ഇതിൻ്റെ ഹൗസ് ഓണർ, അവർ വന്നിട്ട് ഭക്ഷണം എടുത്ത് പുള്ളിക്ക് കൊടുക്കും. ഇതിൻ്റെ ഒക്കെ നടുക്ക് കിടന്ന് ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യണ കേട്ടപ്പോൾ മണി ചോദിച്ചാൽ എന്താ ചേച്ചിയെന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല മണി, ഇങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല. പെട്ടെന്ന് പറഞ്ഞു ഒരു 12 മണിയാകുമ്പോൾ ചേച്ചീനെ വിടുക, 2 മണിയാകുമ്പോൾ ചേച്ചി വന്നാൽ മതി, ചേച്ചിക്ക് വണ്ടി കൊടുക്കുക, എനിക്കൊന്നും കാറൊന്നുമില്ല, വണ്ടി കൊടുക്കുക. എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി ചേച്ചി വീട്ടിൽ പോയി അതെല്ലാം ഭർത്താവിനെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് തേക്കും കുളിപ്പിക്കുകയൊക്കെ ചെയ്തു വന്നാൽ മതിയെന്ന് ഒരാളും അങ്ങനെ നമ്മളോട് പറയില്ല. അതുപോലെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഇതെന്താ മൈക്ക് എന്തോ ഒരു തകരാറ് വരുന്നുണ്ട്, അതല്ല എന്തോ അറിയില്ല, ഞാൻ വട്ടം തിരിച്ചുകൊണ്ടിരിക്കുകയാണോ, ഇനിയിപ്പോൾ ഞാൻ വട്ടം തിരിയണമെന്നോ അതും എനിക്കറിയില്ല. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു പരോപകാരിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മണി വരുന്ന സെറ്റിൽ ആരും മെസ്സിലേക്കൊന്നും പോകണ്ട, ഭക്ഷണത്തിനൊന്നും കൊണ്ടുവരാനൊന്നും കാത്തിക്കണ്ട, കാരണം കാരിയറൊന്നും വേണ്ട. മണി തന്നെ പാചകം സാധനങ്ങൾ വാങ്ങുക, പാചകം ചെയ്യുക, അതുപോലെ എല്ലാം കൊണ്ടും ഉപകാരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പക്ഷെ മണിയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് ഒരുപാട് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ നമുക്ക് ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നു. അപ്പോൾ 12 മണിക്ക് എന്നെ വിടും, കാറ് വിട്ട് തരും. ഞാൻ അവിടെ ചെന്ന് 1 മണിക്കൂർ കൊണ്ട് എല്ലാം കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പോൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ പാടിയിൽ പോയിട്ടുണ്ട്. മണിയുടെ അനിയൻ കണ്ണനായിട്ട് നല്ല കമ്പനിയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റൂല. അപ്പോൾ മണി നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും പറയാം. അത് വല്ലാത്തൊരു തീരാ നഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രസ് മീറ്റ് ഓൾമോസ്റ്റ് ഓവർ, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ചോദ്യങ്ങൾ കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.